ഇന്നത്തെ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ 5:30 ഫ്രഷ് ആയ ശേഷം വിളക്ക് കൊളുത്തി അതിനുശേഷമാണ് കിച്ചണിലേക്ക് പോകുന്നത്. ലോക്ക്ഡൗൺ ആയതിനാൽ പെട്ടെന്ന് കിച്ചണിലേക്ക് എത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയും നാട്ടിലെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റാൽ പക്ഷികളുടെ കലപില ശബ്ദമൊക്കെ കേൾക്കാം. ഞാൻ അതിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ പക്ഷികളുടെ ശബ്ദം മാത്രമായിരിക്കില്ല, ട്രാമും ബസ്സും ഒക്കെ പോകുന്ന സൗണ്ടും കൂടി കേൾക്കും. ഇവിടെ ഇപ്പോൾ ഡേ ലൈറ്റ് സേവിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും അതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. മാർച്ചിലെ ലാസ്റ്റ് സൺഡേയിലാണ് ഇവിടെ ഡേ ലൈറ്റ് സേവിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ തിങ്കളാഴ്ച എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞങ്ങളുടെ 1 മണിക്കൂർ പോയിട്ടുണ്ടെന്ന്. ഇപ്പോൾ 6:30 5:30 എന്നുള്ള ടൈം പണ്ടത്തെ ടൈമാണ്. മൊബൈലിലൊക്കെ ടൈം മാറുമെങ്കിലും ക്ലോക്കിലൊക്കെ നമ്മൾ ടൈം മാറ്റി വെക്കണം. അടുക്കളയിൽ എത്തിയാൽ എൻ്റെ ഫസ്റ്റ് പണി തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നതാണ്. പിന്നെ ഡിഷ് വാഷറിലുള്ള പാത്രങ്ങളൊക്കെ മാറ്റി വെക്കും. ആദ്യയും ആരാധ്യയും ഇൻഷാട്ടിനും ഒക്കെ ഈ സമയത്ത് എഴുന്നേൽക്കുമെങ്കിലും കിടക്കയിൽ നിന്ന് അവർ എഴുന്നേൽക്കില്ല. സാധാരണയായി വർക്കിംഗ് ഫ്രം ഹോം ആണെങ്കിൽ ഇവിടെ കിടക്കയിൽ കിടന്ന് സമയം കളയാറില്ല. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. Adya, what are you doing? Says Papa, yes, if you can make good, says Mama. I want you to read that. Okay, Can we play a computer game? Mommy, you are expert. സ്റ്റോറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. What is Mommy doing on the computer? Working on the computer. What do Papa and John ask to do? The computer game. Next question to Adya. How does Daddy make man the computer? Turn it on, turn it off, turn it on. No. Second, First. third, fourth. Where are you going? രാവിലെ ഞങ്ങളൊരു ബ്ലാക്ക് കോഫി പതിവുണ്ട്. ബ്ലാക്ക് കോഫിയിൽ ജാഗറിയാണ് യൂസ് ചെയ്യുന്നത്.
ലോക്ക്ഡൗൺ സമയത്ത് ഇവരിൽ നിന്ന് ഒരുപാട് ഹെൽപ്പൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി വിഭജിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ വഴക്ക് തീർക്കാൻ ഞാൻ ഓടേണ്ടി വരും. കുടിക്കേണ്ട വെള്ളം ഞാൻ തിളപ്പിച്ച് വെക്കാറുണ്ട്. കൂടാതെ ചൂടോടുകൂടി തന്നെ ഞാൻ കുറച്ച് ഫ്ലാസ്കിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യും. ഗ്രീൻ ടീ ഒക്കെ ആക്കാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത്. സ്പേസ് വേണ്ട, ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീറ്റ് ദോശയാണ്. വീറ്റും റവയും യോഗട്ടും ഒക്കെ ചേർത്താണ് വീറ്റ് ദോശ ഉണ്ടാക്കാറുള്ളത്. പുട്ട് അരിദോശത്തിനേക്കാളൊക്കെ ഇവർക്ക് ഇഷ്ടം ഈ ഗോതമ്പ് ദോശയാണ്. ആരെ ജോക്ക് ചെയ്തേ? എന്തിട്ട് ജോക്ക് ചെയ്തേ? ആദ്യം നീ എന്തിനാ ജോക്ക് ചെയ്തേ? ആരെ ജോക്ക് ചെയ്തിന് മോളെ? ഇതിനിടയിൽ അവരുടെ പല വഴക്കുകളും തീർക്കേണ്ടതായി വരും. ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയ പുതിയൊരു ശീലമാണ് യോഗ. അതിന് കാരണമായത് ഇവരുടെ ടീച്ചേഴ്സാണ്. ഇവരുടെ ടീച്ചേഴ്സ് യോഗ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞങ്ങൾക്ക് അയച്ചു തരും. അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറയും. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരോട് യോഗ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ച് കൺഫേം ചെയ്യുകയും ചെയ്യും. ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ മുറ്റത്ത് പോലും ഇറങ്ങാൻ കഴിയാതെയിരിക്കുന്ന കുട്ടികൾക്കുള്ള വിഷമം മാറ്റിയെടുക്കാനാവാം ഇങ്ങനെ യോഗ ചെയ്യാൻ പറയുന്നത്. സാധാരണയായി സ്കൂളിലൊന്നും ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഗോതമ്പ് ദോശയുടെ കൂടെ ഞങ്ങളിന്ന് ആക്കുന്നത് എഗ് റോസ്റ്റ് ആണ്. എഗ് റോസ്റ്റിന് വേണ്ടിയുള്ള ഒനിയനും ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും ഒക്കെ ഞാൻ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചോപ്പറാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ മുഴുവനും കട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒനിയനൊന്നും ഒരു ഷേപ്പ് ഉണ്ടാവില്ല. വെജിറ്റബിൾസിന് ഒരു ഷേപ്പ് ഇല്ലെങ്കിലും കിച്ചണിൽ ഡിഷ് വാഷർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ എഗ് റോസ്റ്റിലേക്ക് വേണ്ടത് ടൊമാറ്റോയാണ്. ടൊമാറ്റോയും ഞാൻ ഇതിലിട്ട് പേസ്റ്റ് പോലെ ആക്കാറാണ് പതിവ്.
പ്ലേറ്റ് ആദ്യമൊക്കെ എടുക്കാൻ കൊടുക്കുകയാണെങ്കിൽ 2 പ്ലേറ്റ് ആരാധിക്കും കൊടുത്തേക്കണം. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇവരെന്നെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എൻ്റെ പണി ഇരട്ടിയാവുന്നതായിട്ടാണ്. കിച്ചൺ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും ഒക്കെ തുടക്കുന്ന തുണികൾ കിച്ചണ് പുറത്താണ് ഞാൻ വാഷ് ചെയ്ത് ഇടാറുള്ളത്. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഇവിടുത്തുകാരൊക്കെ ആഗ്രഹിച്ച് കാത്തിരുന്ന സമയമാണിത്. പക്ഷെ എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയാണ്. കുട്ടികളെ അവരുടെ സ്കൂളിലെ വർക്കൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചതിന് ശേഷം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതി. അത്യാവശ്യം നല്ല പുളിയുള്ള ഓറഞ്ചാണിത്. കുട്ടികൾക്ക് മാത്രം കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് എൻ്റെ ക്ലീനിങ് പരിപാടി തുടങ്ങുന്നത്. ഇന്ന് ലഞ്ചിന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പുലാവാണ്. ഓവനിൽ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണിത്. റൈസ് കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബസുമതി റൈസ് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് കോമ്പിനേഷനായി യോഗട്ടിൽ കുറച്ച് കുക്കുംബർ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ആദ്യ
ലഞ്ചിന് ശേഷമാണ് ഇവരുടെ ഏറ്റവും വലിയ സന്തോഷമായ കാർട്ടൂൺ ആരംഭിക്കുന്നത്. കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ചെടി നനക്കുന്നതാണ്. അതിനു വേണ്ടി 2 മിൽക്ക് ബോട്ടിൽ കട്ട് ചെയ്ത് കൊടുത്തു. It's okay. Go and take it. And zip up. കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ഒത്തുകൂടുന്ന ഒരു സമയമാണിത്. This is not it. Now, Aranya, start the story, please. Can you tell the story that Aranya begin? Yes, for sure. Yeah, for sure. No, I'm cleaning it. Okay, then. Okay. Once upon a time, there was a god and a king. Oh, amazing. Happily ever after. ആരെ പറഞ്ഞു തന്നെ സ്റ്റോറി? Not like that. Aranya is super in the back. What a super Step up, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.